സോ ഹായ് ഓൾ, നമ്മളിവിടെ ബ്രോട്ടോടൈപ്പിൻ്റെ എക്സ്പീരിയൻസാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് നമ്മൾ ഷെയർ ചെയ്യണത്. എന്താ വെച്ചാൽ ഫസ്റ്റ് വൺ എൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസ്, ആൻഡ് സെക്കൻഡ് വൺ ഇവിടെ നമ്മൾ പഠിച്ചിറങ്ങുമ്പോൾ ടോട്ടൽ കോസ്റ്റ് എത്രയാണെന്നുള്ളത്. പിന്നെ തേർഡ് വൺ ആണ് നമ്മുടെ ഫ്യൂമിഗേഷൻ, ബ്രോട്ടോടൈപ്പിൻ്റെ ഫ്യൂമിഗേഷൻ പാസ്സാവാൻ ഉള്ള ടിപ്സ്. സോ എൻ്റെ 4 മാസത്തെ എക്സ്പീരിയൻസ്. സോ ബ്രോട്ടോടൈപ്പിൻ്റെ എക്സ്പീരിയൻസ് തുടങ്ങുന്നത് ഫസ്റ്റ് 3 ഡേ വർക്ക്ഷോപ്പ് തൊട്ടാണ്. അപ്പോൾ ഈ 3 ഡേ വർക്ക്ഷോപ്പിലാണ് നമ്മളെങ്ങനെ ഇനി മുൻപോട്ടുള്ള 6 മാസം എങ്ങനെ എന്ത് ഗോൾ സെറ്റ് ചെയ്ത് എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകാന്നുള്ളത് പറഞ്ഞു തരുന്നത്. സോ ഈ 3 ഡേ വർക്ക്ഷോപ്പിൽ സത്യം പറഞ്ഞത് നമ്മൾ ബ്രെയിൻ വാഷ് ചെയ്യുന്നത്. സോ പക്ഷെ ബ്രെയിൻ വാഷ് കേൾക്കുമ്പോൾ തന്നെ അത് നെഗറ്റീവായിട്ട് അസോസിയേറ്റ് ചെയ്യേണ്ട, കാരണം നല്ലൊരു ബ്രെയിൻ വാഷാണ്. നമ്മൾ ഒരു എയിമും ഇല്ലാതെ ഒരു ഗോളും ഇല്ലാതെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാത്തൊരു മൈൻഡായിട്ടാണ് ഇവിടെ വരുന്നത്. അപ്പോൾ അത് മാറ്റി നമ്മൾ എങ്ങനെ നമുക്ക് ഹാർഡ് വർക്കിലോടും പിന്നെ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തൊരു വർക്ക് ചെയ്യാമെന്നും അങ്ങനെ ഒരു ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ് ഈ 3 ഡേ വർക്ക്ഷോപ്പിൽ മെയിനായിട്ട് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത കാര്യം. സോ നമ്മുടെ ഇവർ വർക്ക് എത്തിക്സ് കീപ്പ് ചെയ്യാന്നുള്ളൊരു ഫിലോസഫി പറയുന്നുണ്ട്. സോ വർക്ക് എത്തിക്സ് എന്താണ് വർക്ക് എത്തിക്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര സമയം ഒരു വർക്കിൽ ചിലവഴിക്കുന്നു, എത്ര സമയം നമ്മൾ ചെയ്യുന്നു, അതാണ് വർക്ക് എത്തിക്സ് എന്നുള്ളത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സോ നമ്മളൊരു ജൂനിയർ ഡെവലപ്പറായിട്ട് ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു വർഷം കൊണ്ട് നേടുന്ന വർക്ക് എത്തിക്സ് നമ്മൾ ആ 9 to 5 ഇന്നും ജോലി ചെയ്യുന്നു. അപ്പോൾ 8 മണിക്കൂർ വെച്ച് ഈ ഒരു വർഷം കൊണ്ട് നമ്മൾ ചെയ്യുന്നതാണ് നമ്മുടെ വർക്ക് എത്തിക്സ്. നമ്മൾ അത്രയാണ് നമ്മുടെ എക്സ്പീരിയൻസ് ആയി കൂട്ടുക. അതാണ് ഈ 1 year എക്സ്പീരിയൻസ് കൊണ്ട് ശരിക്കും മീൻ ചെയ്യുന്നത്. സോ ഇവിടുത്തെ ഈ 6 മാസം കൊണ്ട് നമ്മൾ എങ്ങനെ വർക്ക് എത്തിക്സ് കൂടുതൽ കീപ്പ് ചെയ്ത് ഈ 6 മാസം കൊണ്ട് തന്നെ ഒരു വർഷത്തെ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടാവുന്ന ഒരു കോൺസെപ്റ്റ് ഇവർ പറയുന്നുണ്ട്. ആ കോൺസെപ്റ്റ് നമുക്ക് എല്ലാവർക്കും ഭയങ്കര സ്ട്രൈക്കിംഗ് ആയി തോന്നുകയും ചെയ്തിരുന്നു. അത് ഫോളോ ചെയ്തുകൊണ്ടാണ് ഇവിടെ ബ്രോക്യാമ്പിലത്തെ വീഡിയോസ് കാണുമ്പോൾ നിങ്ങൾക്കറിയാം 9 to 10 രാത്രി 10 മണി വരെ, രാവിലെ 9 മണി തൊട്ട് എല്ലാവരും ഇരിക്കുന്നതും വർക്ക് ചെയ്യുന്നതൊക്കെ. സോ ഇത്രയും ഹൈ വർക്ക് എത്തിക്സ് കീപ്പ് ചെയ്യുന്ന ഒരാൾക്കാരെ അല്ല ഇവിടെ വന്നിട്ടുള്ളവർ ആദ്യം. കാരണം നമ്മൾ മടി പിടിച്ച് സക്സസ്ഫുൾ ആവാൻ പറ്റാതെ പല ഉഴട്ടി നിങ്ങൾ തമ്മിൽസ് കാണാറുണ്ട്. നിഖിൽ കിളിവയൽ സാറിൻ്റെ ഇത്ര 38 സപ്ലൈ ആയിട്ട് 40 സപ്ലൈ ആയിട്ട്. സോ അതേപോലെ വർക്ക് നടന്നവരാണ് ഇവിടെ വന്ന് ഇത്രയും വർക്ക് എത്തിക്സ് വയ്ക്കുന്നത്. സോ ഈ 3 ഡേ വർക്ക്ഷോപ്പ് എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാവും. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് 2 ആഴ്ച ഫ്യൂമിഗേഷൻ. സോ ഫ്യൂമിഗേഷൻ ടൈം നല്ല സ്ട്രെസ്ഫുള്ളായിരുന്നു. ആൻഡ് അതെങ്ങനെ അധികം സ്ട്രെസ് ചെയ്യണം, എന്നാലും എങ്ങനെ അത് പാസ്സാവുന്നുള്ള ടിപ്സ് നമ്മൾ പറഞ്ഞുതരാം. അപ്പോൾ അതിനു മുമ്പ് ഫ്യൂമിഗേഷൻ വളരെ സ്ട്രെസ്ഫുള്ളായ ടൈമിൽ തന്നെ പ്രോട്ടോടൈപ്പിൽ. സോ അത് പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബ്രോക്യാമ്പ് സ്റ്റാർട്ടായി. സോ നമ്മുടെ ഫസ്റ്റ് 2 വീക്ക് നമ്മൾ HTML CSS ആണ് പഠിപ്പിക്കുക. അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഏത് ഡൊമൈനാണ് ചൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുക. അപ്പോൾ ഒരു ഡൊമൈൻ മെയിനായിട്ട് എല്ലാവരും ചൂസ് ചെയ്യാറ് പൈത്തൻ്റെ ഫുൾ സ്റ്റാക്ക് ഉണ്ട്, പിന്നെ മോൺ സ്റ്റാക്ക് ഉണ്ട്, പിന്നെ മീൻ സ്റ്റാക്ക് ഉണ്ട്. സോ അത് നിങ്ങൾ വീട്ടിൽ നിന്ന് തന്നെ ഫിഗർ ഔട്ട് ചെയ്ത് തരാൻ നല്ലത്, കാരണം ഇവിടെ വന്നത് എനിക്ക് ഒന്നിനും ടൈം ഉണ്ടാവില്ല. പിന്നെ സോ അതാണ് ഫസ്റ്റ് 2 വീക്ക് HTML CSS, പിന്നെ നമ്മൾ ഡൊമൈൻ ചൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളിപ്പോൾ പൈത്തനാണ് ചൂസ് ചെയ്തെങ്കിൽ പിന്നത്തെ വീക്ക് പൈത്തൻ ആയിരിക്കും പഠിക്കാം, പിന്നത്തെ വീക്ക് ജാവ, അല്ലെങ്കിൽ ഇപ്പോൾ ജാവ സ്ക്രിപ്റ്റ് മോൺ സ്റ്റാക്കാണ് ചൂസ് ചെയ്യണമെങ്കിൽ ജാവ സ്ക്രിപ്റ്റ് ആയിരിക്കും പഠിക്കാം. സോ അങ്ങനത്തെ വീക്ക്. പിന്നീട് നമ്മൾ അതിനെ അനുബന്ധിച്ചുള്ള അടുത്ത വീക്ക് MongoDB, അങ്ങനെ നമ്മൾ കുറച്ച് വീക്കുകൾ എന്തൊക്കെ നമുക്ക് ഫസ്റ്റ് പ്രോജക്റ്റ് ഒരു ഫുള്ളി ഫങ്ഷണൽ ഇ-കൊമേഴ്സ് വെബ്സൈറ്റോ അങ്ങനത്തെ ഒരു ബിഗ് പ്രോജക്റ്റ് ചെയ്യാൻ എന്തൊക്കെ വേണമെന്നുള്ളത് നമ്മൾ ആദ്യം പഠിക്കും. പിന്നീടുള്ള 1.5 മാസം കൊണ്ട് നമ്മളൊരു ഫുള്ളി ഫങ്ഷണൽ ഒരു ഇ-കൊമേഴ്സ് വെബ്സൈറ്റാണ് മെയിൻലി നമ്മൾ ഫസ്റ്റ് പ്രോജക്റ്റായിട്ട് എല്ലാവരും ചൂസ് ചെയ്യാറ്. സോ ഈ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് നമ്മൾ ചെയ്യുന്നതോടുകൂടി നമ്മൾ ഇത്രയും നാൾ പഠിച്ചതും എല്ലാ കാര്യങ്ങളും നമ്മളിതിൽ ഉപയോഗിക്കും. അപ്പോഴാണ് നമുക്ക് ഇത് പ്രാക്ടിക്കൽ നോളജ് കിട്ടുക. നമ്മൾ ഈ പഠിച്ചതൊക്കെ ഈ വെബ്സൈറ്റിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ കൂടുതൽ ഇൻഡെപ്തായിട്ട് നമുക്കിത് മനസ്സിലാവാനും എല്ലാത്തിനും ഇത് യൂസ്ഫുള്ളാണ്. സോ ഈ ഫസ്റ്റ് പ്രോജക്റ്റ് കഴിയുന്നതോടുകൂടി നമുക്കൊരു ഏകദേശം ഒരു ധാരണ ഉണ്ടാവും നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ഇനി എന്താണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. സോ പ്രോട്ടോടൈപ്പിൻ്റെ വർക്കുകൾ. സോ ഇവിടെ വളരെ കുറച്ച് റൂൾസേ ഉള്ളൂ നമുക്ക് ഫോളോ ചെയ്യാൻ. രാവിലെ 9 മണി തൊട്ട് 5:30 വരെ നമ്മൾ ക്യാബിനിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. സോ അതിനിടയിൽ ഇത് സാധാരണ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ പഠിപ്പിക്കുന്ന ഒരു നോർമൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പോലെ നമുക്ക് എപ്പോഴും പോകാനോ വരാനൊന്നും ആരോടും ചോദിക്കുകയൊന്നും വേണ്ട. നമുക്ക് 9 മണിക്ക് വരാം, ഇഷ്ടമുള്ളപ്പോൾ പുറത്ത് പോകാം, ഇഷ്ടമുള്ളപ്പോൾ വരാം, പഠിക്കണമെങ്കിൽ പഠിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്തിരിക്കാം. ഇവിടെ ആരും ഒന്നും പറയാൻ പോകുന്നില്ല. സോ എല്ലാ വീക്കിലും ഒരു റിവ്യൂ ഉണ്ടായിരിക്കും. നമുക്കിപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് വീക്ക് ഇപ്പോൾ ഒരു ടാസ്ക് HTML CSS ടാസ്ക് വന്നു. അപ്പോൾ ആ വീക്ക് കഴിയുമ്പോൾ ഒരു വീക്കിലി റിവ്യൂ ഉണ്ടാവും. ഈ റിവ്യൂ ചെയ്യുന്നത് ഇവിടെ മുമ്പ് പഠിച്ചിറങ്ങിയ സ്റ്റുഡൻസാണ് മെയിൻലി റിവ്യൂ ചെയ്യുന്നത്. അവരിപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യണവരോ അല്ലെങ്കിൽ പിന്നെ സ്റ്റുഡൻസ് അല്ലെങ്കിലും ഇവിടെ ഒരു കമ്പനിയുടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോ അവരായിരിക്കും നമ്മളെ റിവ്യൂ ചെയ്യാം. സോ വീക്ക്ലി വൺസ് നിങ്ങൾക്കൊരു റിവ്യൂ ഡേറ്റിൽ ഉണ്ടായിരിക്കും. സോ അതിനൊരു ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടാവും.
ഒരു 10 AM ഇപ്പോൾ റിവ്യൂ ആണെങ്കിൽ നമ്മൾ ആ വീക്കിൽ പഠിച്ച എല്ലാതും നമ്മൾ കാണിച്ചു കൊടുക്കണം. അവരതിൻ്റേതായ ഇൻഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കും. ഇപ്പോൾ HTML CSS ആണെങ്കിൽ നമ്മളോട് ആദ്യത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു നമുക്ക് ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് ക്ലോൺ ചെയ്യാന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ റിവ്യൂവിൽ അതിന് നമ്മൾ എന്തൊക്കെ പഠിച്ചു, ഇതിൻ്റെ തിയറി ബേസ്ഡിലും പിന്നെ എങ്ങനെയാണ് പ്രാക്ടിക്കൽ അപ്ലൈ ചെയ്തത്, അങ്ങനെ ഇൻഡെപ്ത് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചോദിക്കും. സോ ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഇതിപ്പോൾ ഒരു കറൻറ്റ് വർക്കിംഗ് ആയ ആൾക്കാരാണ് ചോദിക്കുന്നത്. സോ അവരും ഓരോ പ്രൊജക്ട്സിൽ അവരുടെ കമ്പനീസിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ നമ്മൾ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള വേർഷൻസാണ് ഇവർ എക്സ്പെക്ട് ചെയ്യണതും അവർ നമുക്കത് പറഞ്ഞു തരുകയും ചെയ്യും. സോ റിവ്യൂ ചെയ്യുന്നത് നമുക്ക് വളരെയധികം കുറച്ചും കൂടി ഇൻഡെപ്തായിട്ട് നമുക്ക് ഓരോന്നിനും എങ്ങനെ നമ്മളിത് പഠിക്കണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കാൻ വളരെ ഹെൽപ്ഫുള്ളാണ്. സോ ഈ റിവ്യൂസ് ശരിക്കും ഒരു ഇൻ്റർവ്യൂ പോലെ തന്നെയാണ്. നമ്മളൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്യുന്ന ഇൻ്റർവ്യൂസ് പോലെ തന്നെയാണ് ഇത് നടക്കുക. സോ അത്രയും സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അതിൻ്റേതായ സീരിയസ്നെസ്സോടുകൂടി. അപ്പോൾ ഇത് നമ്മളിവിടെ ബ്രോട്ടോടൈപ്പിൽ സ്പെൻഡ് ചെയ്യുന്ന 24 വീക്കും എല്ലാ വീക്കിലും ഈ റിവ്യൂ ഉണ്ടായിരിക്കും. സോ ബ്രോട്ടോടൈപ്പിൻ്റെ കരിക്കുലം ഇതെങ്ങനെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ ജസ്റ്റ് നമുക്ക് തന്നിട്ടുള്ള ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്ത് വെറുതെ കോഡിങ് മാത്രം പഠിക്കുക എന്നുള്ള രീതിയിലല്ല, നമ്മളെങ്ങനെ ഒരു പ്രൊഫഷണൽ ആക്കാം എന്നുള്ളതാണ് ഇവർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സോ പ്രൊഫഷണൽ ആക്കുമ്പോൾ നമ്മളെങ്ങനെ ഡ്രസ്സപ്പ് ചെയ്യണം, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ നമ്മൾ എന്നും ഫോർമൽസിൽ തന്നെ വരണം. ഫോർമൽ ഷൂസ്, ഫോർമൽ ഷർട്ട് ഇട്ട് ഇൻസൈഡ് ചെയ്ത്. സോ നമ്മളൊരു പ്രൊഫഷണലായിട്ടൊരു കമ്പനിയിൽ എങ്ങനെ പോകും അതേപോലെ തന്നെ. സോ അത് നമ്മൾ ട്രെയിൻ ചെയ്യുകയാണ്, അല്ലെങ്കിൽ അതേ കൾച്ചർ തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ആൻഡ് നമ്മളെ കൊണ്ട് എല്ലാ വീക്കിലും ഒരു മിക്ക ദിവസങ്ങളിലും ഇംഗ്ലീഷ് സെഷൻസ് ഉണ്ടാവും. അപ്പോൾ ഇത് കമ്മ്യൂണിക്കേഷൻ സെഷൻസാണ്. സോ നമ്മളെങ്ങനെയാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, ഒരു കമ്പനിയിൽ ഒരു നമ്മൾ പ്രസൻറ്റേഷൻ ചെയ്യേണ്ടി വരും നമ്മുടെ വർക്കിൻ്റെ ആണെങ്കിൽ എന്താണെങ്കിലും. സോ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു ക്രൗഡിനെ ഫിയർ ഇല്ലാതെ നമ്മളെങ്ങനെ ഇവരെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യും, എങ്ങനെയാണ് ഒരു കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, എങ്ങനെ നെറ്റ്വർക്ക് ചെയ്യാനുള്ള. അപ്പോൾ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളൊരു കോർപ്പറേറ്റ് ലൈഫിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ. സോ അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് നമ്മൾ ഒരു പ്രസൻറ്റേഷൻ ചെയ്യേണ്ടത്, അങ്ങനത്തെ സോഫ്റ്റ് സ്കിൽസ് ബിൽഡ് ചെയ്യാനുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇവിടെ. സോ ഇപ്പോൾ ഇംഗ്ലീഷിൽ തീരെയും പ്രസൻറ്റ് ചെയ്യാൻ പറ്റാത്തവർക്കും ഇംഗ്ലീഷിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റാത്തവർക്കും ഇവർക്ക് സ്പെഷ്യലായിട്ട് അവർക്ക് പ്രൊബേഷൻ എന്ന് പറഞ്ഞൊരു ഇതുണ്ട്. സോ പ്രൊബേഷനിൽ ഇവർക്ക് കൂടുതൽ ഫോക്കസ് ചെയ്ത് ഇവർക്ക് ഇടയ്ക്ക് ഇംഗ്ലീഷ് എക്സാംസ് ഉണ്ടാവും. സോ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സെഷൻസ് ഉണ്ടാവും. സോ ടോട്ടൽ എക്സ്പെൻസ്, സോ പ്രോട്ടോടൈപ്പിന് എക്സ്പെൻസ് ഫീ അല്ലെങ്കിൽ ടോട്ടൽ എക്സ്പെൻസ് 3 രീതിയിലാണ് ഇവിടുത്തെ പേയ്മെൻറ്റ് ഓപ്ഷൻസ് വരുന്നത്. ഒരെണ്ണം അപ്പ് ഫ്രണ്ട്. സോ അപ്പ് ഫ്രണ്ടിൽ നമ്മൾ 72,000 പ്ലസ് GST ആണ് പേ ചെയ്യേണ്ടത്. സോ ഇത് പേ ചെയ്യണത് ഒറ്റ ഇതിൽ തന്നെ അടച്ചു തീർക്കണമെന്നില്ല. നമുക്ക് ഇൻസ്റ്റാൾമെൻറ്റ്സ് ആയിട്ട് നമ്മൾ കയറി ഒരു 3 വീക്സിനുള്ളിൽ ഫസ്റ്റ് 20,000, പിന്നെ ഒരു 2 വീക്സ് ഉണ്ട് 35,000, അങ്ങനെ സ്റ്റെപ്പായിട്ട് നമുക്ക് ഇത് അടച്ചു തീർക്കാം. സോ നിങ്ങളൊരു 4th മന്ത് ആകുമ്പോഴേക്കും ഫുള്ളി എമൗണ്ട് അടച്ചു തീർക്കേണ്ടി വരും. സോ 72,000 പ്ലസ് GST, ഇതാണ് അപ്പ് ഫ്രണ്ട് എമൗണ്ട്. ആൻഡ് സെക്കൻഡ് പേയ്മെൻറ്റ് ഓപ്ഷനാണ് ISA എന്ന് പറഞ്ഞിട്ട് ഇൻകം ഷെയറിങ്. സോ നമ്മൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ജോലി അപ്പോൾ 14,000 ആണ് നമുക്ക് പാക്കേജ് കിട്ടണമെങ്കിൽ ആ 40,000 15% വെച്ചിട്ട് 24 മന്ത്സ് നമ്മൾ പേ ചെയ്യണം. അതായത് 2 വർഷം 15% വെച്ച് എല്ലാ മാസവും. സോ അങ്ങനെ നമുക്ക് ഷെയർ ചെയ്യാം. സോ ആ ഇൻകം ഷെയറിങ് പക്ഷേ നമുക്ക് 2 lakh വരെ ആണ് മാക്സിമം. അതിന് മുകളിലേക്ക് ഇപ്പോൾ നമുക്കൊരു 1 lakh ജോബാണ് കിട്ടണമെങ്കിൽ അതിൻ്റെ 15% വെച്ചിട്ട് നമ്മൾ 2 ഇയേഴ്സിന് പേ ചെയ്യണമെന്നില്ല, മറിച്ച് 2 ലക്ഷം അതെത്തുമ്പോൾ അത് ക്ലോസ് ചെയ്യണം. ഓക്കെ. സോ തേർഡ് ഓപ്ഷനാണ് നമുക്ക് വൺ ടൈം സെറ്റിൽമെൻറ്റ്. സോ വൺ ടൈം സെറ്റിൽമെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് 15% കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പോൾ 30,000 ജോബിന് 15% വെച്ച് അത് 2 വർഷം എത്രയാവും എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ആ ടോട്ടൽ എമൗണ്ടിൽ നിന്നും 30% മൈനസ് ചെയ്ത് ബാക്കി വരുന്ന എമൗണ്ട് നമുക്ക് പേ ചെയ്യാം. സോ ഇതാണ് വൺ ടൈം സെറ്റിൽമെൻറ്റ്. സോ ഈ 3 ഓപ്ഷൻസാണ് ഇവിടെ പേയ്മെൻറ്റിനുള്ളത്. ഇനി ഇത് കൂടാതെ നമുക്ക് വരുന്ന കോസ്റ്റ്, ഇത് കൂടാതെ വരുന്നത് നമ്മൾ ഏത് വർക്ക് സ്പേസിലാണെങ്കിലും 4,000 ആണ് റെൻറ്റ്. സോ നമ്മൾ പ്രോട്ടോടൈപ്പിൽ ജോയിൻ ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും വർക്ക് സ്പേസിൽ ഇരുന്നോ ഈ 6 months വർക്കൗട്ട് ചെയ്യാം. സോ ആ റെൻറ്റ് നമ്മൾ തന്നെയാണ് എടുക്കേണ്ടത്. സോ 4,000 ആ റെൻറ്റ്. സോ അത് 4 monthsന് അല്ല, നമ്മളിവിടെ സ്പെൻഡ് ചെയ്യുന്ന 6 monthsനും ഉണ്ടാവും 4,000 വെച്ച്. ആൻഡ് പിന്നെ വരുന്ന കോസ്റ്റ് നമ്മുടെ ഹോസ്റ്റൽ ഫീസ്. നമ്മളിവിടെ കൊച്ചിയിലാണെങ്കിൽ കൊച്ചിയിലോ അല്ലെങ്കിൽ വീടെടുത്താണെങ്കിൽ അത് നമ്മുടെ ചോയ്സ്. പക്ഷേ ഇപ്പോൾ ദൂരം ഒന്ന് വന്ന് പഠിക്കുന്നവരാണ് മിക്കതും. സോ നമ്മളെ ഇവിടെ ഒരു ഹോസ്റ്റൽ എടുക്കുകയാണെങ്കിൽ 4,500-നും 5,000 ഇടയിലാണ് റേഞ്ച് നോർമലി വരാറ്. സോ അതും ആഡ് ചെയ്യണം 6 monthsന്. സോ ഇതിൻ്റെ ഇതായിരിക്കും നമ്മുടെ ടോട്ടൽ എക്സ്പെൻസ് ഇവിടുത്തെ. സോ ഫ്യൂമിഗേഷൻ റൗണ്ടാണ് പ്രോട്ടോടൈപ്പിൽ ഏറ്റവും സ്ട്രെസ്ഫുള്ളായിട്ട് എല്ലാവരും പറയുന്നത്. അതാണ് എല്ലാവർക്കും ടെൻഷനുള്ള റൗണ്ട്. ശരിക്കും ടെൻഷൻ അടിക്കാനുള്ളതുണ്ട്. കാരണം എൻ്റെ ബാച്ചിൽ 107 പേര് എഴുതിയതിൽ 49 പേര് പാസ്സായിട്ടുണ്ടായിരുന്നു. സോ എൻ്റെ പാസ്സാവാനുള്ള പെർസെൻറ്റേജ് ലെവൽ വളരെ കുറവാണ്.
പക്ഷെ നമ്മൾ ഒന്ന് വിചാരിച്ചാൽ പാസ് ചെയ്തെടുക്കാമെന്നേ ഉള്ളൂ. സോ അതിനുള്ള ടിപ്സാണ് ഞാൻ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഇവിടെ വരുമ്പോൾ ബ്രോട്ടോടൈപ്പിൽ വരുമ്പോൾ തന്നെ ബ്രോട്ടോടൈപ്പിൻ്റെ 10 വീഡിയോ 100Kയുടെ 10 വീഡിയോസും കംപ്ലീറ്റ് ചെയ്ത് വരാറ്. ഫസ്റ്റ് ഞാൻ അത് ചെയ്യാം. കാരണം നമ്മൾ ആ ഒരു ലെവലിലത്തെ ഫിമിഗേഷനാണ് എക്സ്പെക്റ്റ് ചെയ്യുക. അതിൽ നമ്മുടെ 100K വീഡിയോസ് ചലഞ്ചിൽ നമ്മൾ സ്റ്റാർ പാറ്റേണിൻ്റെ ചെയ്യുന്നത് വളരെ ബേസിക് ലെവലിലാണ്. സോ ആ ലെവലിൽ ചെയ്ത് പഠിച്ചുകൊണ്ട് നമുക്ക് ഇവിടെ പാസ്സാകാൻ പറ്റില്ല. സോ അതിനുവേണ്ടി തന്നെ 2 ആഴ്ച നമുക്ക് തരുന്നുണ്ട് ഫിമിഗേഷൻ പഠിക്കാൻ. സോ ഫിമിഗേഷൻ ലെവലിൽ നമ്മൾ ഈ സ്റ്റാർ പാറ്റേൺസിൻ്റെ പ്രോബ്ലംസ് വളരെ നന്നായി വർക്കൗട്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ 100K വീഡിയോസിൽ ഏറ്റവും ബേസിക്കായിട്ട് ട്രയാങ്കിൾ അല്ലെങ്കിൽ ജസ്റ്റ് ഒരു സ്ക്വയർ പ്രിൻ്റ് ചെയ്യുക, ഇങ്ങനത്തെ ബേസിക് പാറ്റേൺസാണ് കാണിക്കുക. പക്ഷെ ഇവിടെ വന്നാൽ നമ്മൾ സ്റ്റാർ കൊണ്ട് ബട്ടർഫ്ലൈ ഉണ്ടാക്കുക, പിന്നെ അങ്ങനെ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള പാറ്റേൺസാണ് ഇവിടെ ഫുള്ള് നമ്മളോട് ഈ ടെസ്റ്റിൽ ചോദിക്കുക. സോ നമ്മൾ ഇതൊക്കെ ക്ലിയർ ആയിട്ട് മനസ്സിലായിരിക്കണം. സോ ഈ സ്റ്റാർ പാറ്റേൺസിന് ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു യൂട്യൂബ് ചാനലുണ്ട്. ഇതാണ് നമ്മുടെ ഇവിടെ യൂസ് ചെയ്തത്. നമ്മൾ ഫിമിഗേഷൻ പാസ് ചെയ്ത് മിക്കവരും നമ്മൾ ഫോളോ ചെയ്തൊരു യൂട്യൂബ് ചാനലാണ് മൈ സർജി എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനൽ. സോ അതിൻ്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാം. അവരൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. സോ അത് ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സോ കുറച്ചും കൂടി നിങ്ങൾക്ക് ഈസി ആയിരിക്കും. സോ ഊപ്സ് അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്, ഈ കോൺസെപ്റ്റ് പഠിക്കാൻ ഏറ്റവും നല്ല റിസോഴ്സ് JavaTipo എന്ന് പറഞ്ഞ സൈറ്റാണ്. സോ ഈ സൈറ്റിൽ നിങ്ങൾ നോക്കി ഒരു 1 വീക്ക് ഇരുന്ന് ഊപ്സും കൂടി നോക്കിയിട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിട്ട് ഫിമിഗേഷൻ കൊണ്ട് ക്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ഇത്രയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. സോ ബ്രോട്ടോടൈപ്പിൽ എല്ലാവരും വരികയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഫിമിഗേഷന് വേണ്ടി പ്രിപ്പയർഡ് ആയിട്ട് വരാം. അല്ലാതെ ജസ്റ്റ് 100Kൻ്റെ ഒരു 4-5 വീഡിയോസ് കണ്ട് പകുതിയാക്കി വരാതെ. സോ എല്ലാവർക്കും ഹാപ്പി കോഡിങ്.